أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم 19 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന വടക്കേ ആഫ്രിക്കയിൽ നിന്നുമുള്ള ചെറുപ്പക്കാരൻ അന്ധകാരത്തിൽ മുഴുകിയ യൂറോപ്പിനെ ഇസ്ലാം എന്ന വെളിച്ചം കൊണ്ട് അദ്ദേഹം കീഴ്പ്പെടുത്തി. ആ വീരപുരുഷൻ താരിഖ് ബിൻ സിയാദ്. ഈ മുസ്ലിം നായകനാണ് ജിബ്രാൾട്ടറിന്റെ കടലിടുക്കു കടന്ന് വെറും 7000 പേരുടെ കമാൻഡിൽ സ്പെയിനിന്റെ സ്വേച്ഛാധിപതിയെയും പീഡകരെയും നേരിട്ടത്. വിസിഗോത്തിക് സ്പെയിനിലെ റോഡ്രിക് രാജാവ് തൻ്റെ ക്രിസ്ത്യൻ പ്രജകളെ പീഡിപ്പിക്കുകയായിരുന്നു. സ്പെയിനിന്റെ തീരത്തെത്തിയതും തങ്ങൾ വന്ന കപ്പലുകൾ കത്തിക്കാൻ താരിഖ് ബിൻ സിയാദ് സൈന്യത്തോട് ഉത്തരവിട്ടു. എന്തിനാണ് ഇങ്ങനെയൊരു കൽപ്പന? നമ്മൾ എങ്ങനെ മടങ്ങും? ആശ്ചര്യപ്പെട്ട സൈനികർ അദ്ദേഹത്തോട് ചോദിച്ചു. അവരുടെ ചോദ്യത്തിന് ഉത്തരമായി താരിഖ് ബിൻ സിയാദ് ആ ചരിത്രപരമായ വാക്കുകൾ ഉച്ചരിച്ചു. നമ്മൾ ഇവിടെ നിന്നും തിരിച്ചു പോകാനല്ല വന്നിട്ടുള്ളത്. എൻ്റെ യോദ്ധാക്കളെ, നിങ്ങൾ ഇന്ന് എവിടെ കൂടി രക്ഷപ്പെടും. നിങ്ങളുടെ പിന്നിൽ സമുദ്രം, നിങ്ങളുടെ മുൻപിൽ ശത്രുക്കൾ. അല്ലാഹുവാണേ, ഇന്ന് നിങ്ങളുടെ വിജയം നിങ്ങളുടെ മനോധൈര്യത്തെയും സ്ഥിരോത്സാഹത്തെയും ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ ഭയവും ഒഴിവാക്കുക. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. വിജയം സുനിശ്ചിതം നമ്മുടേതായിരിക്കും. കിരാതനായ ആ രാജാവിന് നിങ്ങളുടെ ആയുധങ്ങളെ നേരിടാൻ കഴിയില്ല. ഈ ശക്തമായ വാക്കുകൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറി. ഒരിക്കലും തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് കുതിക്കാൻ വിശ്വാസികളുടെ സൈന്യത്തെ അത് പ്രേരിപ്പിച്ചു. അവർ ഇസ്ലാമിൻ്റെ കൊടിയും പേറി മുന്നോട്ട് നീങ്ങി. 100,000 വരുന്ന വൻ സൈന്യത്തെ തുച്ഛമായ എണ്ണമുണ്ടായിരുന്നിട്ടും AD 711 റമളാൻ 28 മക്ക വിജയത്തിന് 100 വർഷങ്ങൾക്കു ശേഷം ഗ്വാഡലറ്റ് യുദ്ധത്തിൽ ഇസ്ലാമിൻ്റെ സൈന്യം നിലം പരിശാക്കി. താരിഖ് ബിൻ സിയാദിൻ്റെ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, അദ്ദേഹത്തിൻ്റെ മനോധൈര്യം, അപകട സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ നേരിടാനുള്ള ദൃഢനിശ്ചയം, രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം കത്തിക്കുന്നത് വഴി അള്ളാഹുവിൽ മാത്രം സൈന്യത്തിന് ഏക ആശ്രയം നൽകുക. അള്ളാഹു തനിക്ക് വിജയം നൽകുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അചഞ്ചലമായ ഈ വിശ്വാസത്താൽ അദ്ദേഹത്തിൻ്റെ വീര്യവും കാഴ്ചപ്പാടുകളും നിമിത്തം 19 വയസ്സുള്ള താരിഖ് ബിൻ സിയാദ് വിശ്വാസികളുടെ ഒരു സൈന്യത്തെ നയിക്കുകയും സ്പെയിൻ, കൊർദോബ, ഗ്രനഡ, ടോളിഡോ, മലാഗ എന്നിവ കീഴടക്കുകയും ചെയ്തു. എല്ലാം ഓരോന്നായി വീണു. ഒരു പുതിയ ദേശത്തിൻ്റെ തീരങ്ങളിൽ ഒരു പുതിയ നാഗരികത തന്നെ പിറന്നു. ഒരു ഇസ്ലാമിക് നാഗരികത, അൽ ആന്തലൂസ്. 800 വർഷം നീണ്ടുനിന്ന മുസ്ലിം സ്പെയിൻ, സംവാദത്തിൻ്റെയും സംഭാഷണത്തിൻ്റെയും കേന്ദ്രം. കല, ശാസ്ത്രം, പഠനം എന്നിവയിലെ മികവ് തെളിയിച്ച് സ്പെയിൻ മുന്നേറും. മികച്ച ഗണിതശാസ്ത്രജ്ഞരെയും ഭൗതിക ശാസ്ത്രജ്ഞരെയും കവികളെയും സൃഷ്ടിക്കുന്ന നിരവധി സർവകലാശാലകൾ, ആശുപത്രികൾ, പൂന്തോട്ടങ്ങൾ, ലൈബ്രറികൾ എന്നിവ ആന്തലൂസ് എന്ന മുസ്ലിം സ്പെയിനിൽ ധാരാളമായി. അങ്ങനെ ലോകത്തിൻ്റെ നെറുകയിൽ സമ്പന്നവും പുരോഗമനപരവുമായ ഒരു രാഷ്ട്രമായി അൽ ആന്തലൂസ് പരിവർത്തിക്കപ്പെട്ടു.